ഫിലിമീഡിയ എഫക്റ്റ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സിന്ധു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് സുകുമാരി അമ്മയുടെ ലഘുരേഖ ജീവിത കഥയുമായിട്ടാണ്. മലയാളത്തിലും തമിഴിലും മറ്റ് ഒട്ടനവധി ഭാഷകളിലും നിരവധി വേഷങ്ങൾ ചെയ്ത നടിയാണ് സുകുമാരി അമ്മ. മാധവൻ നായരുടെയും സത്യഭാമയുടെയും മകളായി 1940 ഒക്ടോബർ 6 തമിഴ്നാട്ടിലെ നാഗർകോവിലിലാണ് സുകുമാരി അമ്മ ജനിച്ചത്. തിരുവിതാംകൂർ സഹോദരിമാരെന്നറിയപ്പെട്ടിരുന്ന ലളിത, പത്മിനി, രാഗിണി എന്നിവരുടെ അടുത്ത ബന്ധു കൂടിയാണ് സുകുമാരി അമ്മ. കേരള നടനം, ഭരതനാട്യം, കഥകളി എന്നീ നൃത്തരൂപങ്ങൾ ബാല്യകാലത്തിൽ തന്നെ പ്രാവീണ്യം നേടി. ആദ്യം നൃത്തം പഠിച്ചത് ഗുരു ഗോപിനാഥൻ്റെ കീഴിൽ ആയിരുന്നു. സംഗീതത്തിലും തൽപരയായിരുന്നു സുകുമാരി അമ്മ. 7-ാം വയസ്സ് മുതൽ തിരുവിതാംകൂർ സഹോദരിമാരുടെ കൂടെ ഡൈൻസേഡ്സ് ഓഫ് ഇന്ത്യ എന്ന ട്രൂപ്പിൻ്റെ ഭാഗമായി ഇന്ത്യയിലുടനീളവും ഒട്ടനവധി വിദേശ രാജ്യങ്ങളിലും നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചു. നൃത്തവേദികളിലെ പ്രകടനം കണ്ടാണ് പി. നീലകണ്ഠൻ എന്ന സംവിധായകൻ ഒരറിവ് എന്ന ചിത്രത്തിലേക്ക് ക്ഷണിക്കുന്നത്. ഇക്കാലത്ത് പാർത്ഥസാരഥിയുടെ നാടകങ്ങളിൽ രാഗിണിയുടെ കൂടെ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നു. പിന്നീട് ആ നാടകബന്ധം രാമസ്വാമിയുടെ നാടകങ്ങളിലേക്ക് സുകുമാരിക്ക് അവസരം തുറന്നു. ചെറുപ്പത്തിൽ തന്നെ മുതിർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് സുകുമാരി ജനശ്രദ്ധ നേടിയത്. തമിഴിൽ MGR, ശിവാജി ഗണേശൻ, ജയലളിത എന്നിവരോടൊപ്പവും തെലുങ്കിൽ NTRനോടൊപ്പവും നിരവധി സിനിമകളിൽ വേഷമിട്ടു. 10ാമത്തെ വയസ്സിൽ ഒരു ഇരവ് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് സുകുമാരി അഭിനയ ജീവിതത്തിലേക്ക് തുടക്കം കുറിച്ചത്. ദീർഘമായ നൃത്തരംഗത്താണ് അവർ ഈ സിനിമയിൽ വേഷമിട്ടത്. 1957 6 ഭാഷകളിലായി പുറത്തിറങ്ങിയ തസ്കര വീരനിലാണ് സുകുമാരി അമ്മ ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെച്ചത്. ഇതേ വർഷം തന്നെ മലയാള സിനിമയായ കൂടപ്പിറപ്പിലും അഭിനയിച്ചു. തുടർന്ന് തെന്നിന്ത്യൻ ഭാഷകളിൽ 2000-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ചലച്ചിത്ര രംഗത്ത് 60 വർഷത്തിലേറെ അഭിനയിച്ച അഭിനേത്രികളിൽ അപൂർവം ചിലരിൽ ഒരാളായിരുന്നു സുകുമാരി അമ്മ. സുകുമാരിക്ക് രാഷ്ട്രപതിയിൽ നിന്ന് പത്മശ്രീ പുരസ്കാരവും ഒട്ടേറെ സംസ്ഥാന പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. പ്രശസ്ത മലയാളം, തമിഴ്, ഹിന്ദി സംവിധായകനായിരുന്ന ഭീംസിംഗ് ആയിരുന്നു സുകുമാരി അമ്മയുടെ ഭർത്താവ്. 1978 ജനുവരി 16 അദ്ദേഹം അന്തരിച്ചു. ഡോക്ടറായ സുരേഷാണ് സുകുമാരി അമ്മയുടെ ഏക മകൻ. 2013 മാർച്ച് 26 ഹൃദയാഘാതത്തെ തുടർന്ന് 72ാമത്തെ വയസ്സിൽ ചെന്നൈയിലെ ആശുപത്രിയിൽ വെച്ച് സുകുമാരി അമ്മ അന്തരിച്ചു. സുകുമാരി അമ്മയുടെ ലഘുരേഖ ജീവിതകഥ ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരാളിൻ്റെ ജീവിതകഥയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.